അടിമത്തമറിയാത്തവന് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ ആലിപ്പൂർ ജയിലിൻ്റെ മുറികൾ പറഞ്ഞു തരുന്നു എങ്ങനെയൊക്കെ പണിപ്പെട്ടാണ് ഇന്ത്യ അടിമച്ചങ്ങല പൊട്ടിച്ചു കളഞ്ഞതെന്ന്. ആയിരത്തി 1911 വരെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. തെരുവുകൾ സമരം കൊണ്ട് വിറച്ചു, തടവറകൾ നിറഞ്ഞു, ചാട്ടവാറുകൾ പുളഞ്ഞു. പുറത്തെ മുറിവിനെ തടവുകാർ മറന്നു, അടിമത്തം അവരുടെ ഉള്ളു നീറ്റി. പുരാതന ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഇതും എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ അവരുടെ ഇതിൽ നമ്മൾ ഉല്ലസിച്ച് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ. ജയിൽ തുടങ്ങും മുമ്പ് മരക്കൊമ്പുകളിൽ കെട്ടിത്തൂക്കിയാണ് വിപ്ലവകാരികളെ കൊന്നു തീർത്തത്. അത് നാട്ടുകാരിൽ ഭയം ജനിപ്പിക്കാൻ കൂടി വേണ്ടിയായിരുന്നു. വീരേന്ദ്രനാഥ് ദത്താഗുപ്ത, ഗോപിനാഥ് സാഹ, അനന്തഹരി മിത്ര ചിരിച്ചുകൊണ്ട് അവർ കഴുമരം കയറി. These are the people who gave us what we have today, whatever we have today. So I think this is the moment where you get the goosebump, where you get from within, you get the feeling that yes, we are independent because the gods really lived here. They sacrificed their lives so that we are living today. മഹർഷി അരബിന്ദോ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, കാമരാജ്, ഈ ജയിലിൽ കിടന്നവർ നിരവധി. കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിയായ മുള്ളങ്കണ്ടി മീത്തൽ നാരായണൻ ഇവിടെ വെച്ച് മർദ്ദനമേറ്റ് മരിച്ചു. അനുശീലൻ സമിതിയുടെ സായുധ സമരങ്ങൾ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. രാജ്യമെമ്പാടും നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു. കാലബൈശാഖിയിലെ കൊടുങ്കാറ്റായി ഖാസി നസ്രുൽ ഇസ്ലാം ഇവിടെ കവിത എഴുതി. ഇന്ത്യ സ്വതന്ത്രമായത് എങ്ങനെയെന്ന്, എത്രയൊക്കെ നരകയാതനകൾ കടന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ജയിൽ മുറിയിലെ 4-ാം നമ്പർ വാർഡ്. ഇതിലെ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും സ്വാതന്ത്ര്യ സമരം എത്ര ദുഷ്കരമായിരുന്നുവെന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നു. തടവുകാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി തിരിച്ച് വെള്ളക്കാർ വിഭജനത്തിന് വിത്തിട്ടു. എല്ലാ വേർതിരിവുകൾക്കുമെതിരെ അവർ പോരടിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണല്ലോ അവർ ഈ സ്വാതന്ത്ര്യമൊക്കെയാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കണില്ല തോന്നുന്നു. ഇപ്പോൾ ഞങ്ങളവിടെ ആ തൂക്കുന്ന സ്ഥലത്തും പിന്നെ ഓട്ടോപ്സിയുടെ സ്ഥലത്തും പോയപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അവരെങ്ങനെയാണ് മരിച്ചത്. അതൊക്കെ കാണുമ്പോൾ സ്റ്റിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് വേ ടു ഗോ ഫോർവേഡ്. ഇവിടെ ജീവിതം ബലി കഴിച്ചവർ, ഇവിടെ ചോര ചിന്തിയവർ, വിയർപ്പൊഴുക്കിയവർ, അവരൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾ കണ്ട സ്വപ്നത്തോളം നിങ്ങൾ വളർന്നു. വിനോദ് മൊറാഴയ്ക്കൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.